ഹലോ നമസ്കാരം. എല്ലാവർക്കും സഹകാരി റൈസ് പ്ലസിന്റെ മറ്റൊരു കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിന് കൂടുതൽ മുഖവരെയൊന്നുമില്ല, ക്ലാസ്സിലേക്ക് കടക്കാം. എന്താണെന്ന് നോക്കാം. ബഹിരാകാശ നടത്തം, അമേരിക്കൻ റെക്കോർഡ് തകർത്ത് ചൈന. അപ്പോൾ ബഹിരാകാശ നടത്തത്തിൽ 22 വർഷമായി നിലനിന്ന അമേരിക്കയുടെ റെക്കോർഡ് തകർത്തിരിക്കുകയാണ് നമ്മുടെ ചൈന. ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ബഹിരാകാശ നടത്തവുമായി ചൈനയുടെ ബഹിരാകാശ യാത്രികർ ചരിത്രമെഴുതി. US റെക്കോർഡ് തകർത്തു. ഷെൻസുവോ 19 ക്രൂ അംഗമായ കൈ സുഷെ, സോങ് ലിങ്ഡോങ് എന്നിവരുടെ 9 മണിക്കൂർ എക്സ്ട്രാ വെഹിക്കുലാർ ആക്ടിവിറ്റി, അതായത് EVA, US-ന്റെ 22 വർഷം പഴക്കമുള്ള റെക്കോർഡ് മറികടന്നു. അപ്പൊ ആരൊക്കെയാണ്? കൈ സുഷെ, സോങ് ലിങ്ഡോങ് എന്നിവരുടെ 9 മണിക്കൂർ എക്സ്ട്രാ വെഹിക്കുലാർ ആക്ടിവിറ്റി ആണ് US-ന്റെ 22 വർഷം പഴക്കമുള്ള റെക്കോർഡ് മറികടന്നത്. ചൈനയുടെ ടിയാൻഗോങ് ബഹിരാകാശ പേടകത്തിലുള്ള ലോങ് ലിങ്ടോങ്, കായ് ഷുസെ എന്നീ ബഹിരാകാശ യാത്രികർ 9 മണിക്കൂർ പേടകത്തിന് പുറത്ത് ചെലവഴിച്ചു. എത്ര മണിക്കൂറാണ്? 9 മണിക്കൂർ. ആരെല്ലാമാണ്? ലോങ് ലിങ്ടോങ്, കായ് ഷുസെ എന്നിവർ. അമേരിക്കയുടെ ജെയിംസ് വോസ്, സൂസൻ ഹെംസ് എന്നീ ബഹിരാകാശ സഞ്ചാരികൾ 2001 സ്ഥാപിച്ച 8 മണിക്കൂർ 56 സെക്കൻഡ് എന്ന റെക്കോർഡാണ് ഇവർ മറികടന്നത്. 4 സെക്കൻഡ്, വെറും 4 സെക്കൻഡ്, 4 സെക്കൻഡ് ആയാലും 1 സെക്കൻഡ് ആയാലും റെക്കോർഡാണ്. 4 സെക്കൻഡ് കൂടുതൽ സമയം നടന്നുകൊണ്ടാണ് ചൈന അമേരിക്കയുടെ റെക്കോർഡ് മറികടന്നത്. കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം. കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം 2024 നേടിയത് കെ ജയകുമാർ ആണ്. ആരാണ്? കെ ജയകുമാർ. പിങ്കളകേശിനി എന്ന കവിതാ സമാഹാരത്തിനാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ കെ ജയകുമാറിന് 2024 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിക്കൊടുത്ത കവിതാ സമാഹാരം ഏതാണ്? പിങ്കളകേശിനി. വിവിധ ഭാഷകളിലായി നൽകുന്ന കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരത്തിൽ മലയാളത്തിനുള്ള പുരസ്കാരമാണ് ജയകുമാറിന് ലഭിച്ചത്. 2022 കേരള സാഹിത്യ അക്കാദമിയുടെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരവും കെ ജയകുമാറിന് ലഭിച്ചിരുന്നു. ഏതായിരുന്നു വർഷം? 2022. 2022 കേരള സാഹിത്യ അക്കാദമിയുടെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരവും ലഭിച്ചിരുന്നു. കേരള സർവകലാശാലയിൽ അധ്യാപകനായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ച ജയകുമാർ 1978 IAS നേടി അസിസ്റ്റന്റ് കളക്ടറായ വ്യക്തിയാണ്. 1978 IAS നേടി അസിസ്റ്റന്റ് കളക്ടറായ വ്യക്തിയാണ് കെ ജയകുമാർ എന്നുകൂടി ഓർക്കുക. MG സർവകലാശാല വൈസ് ചാൻസലർ, ചീഫ് സെക്രട്ടറി, മലയാളം സർവകലാശാല വൈസ് ചാൻസലർ തുടങ്ങിയ പദവികൾ അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. 1 ലക്ഷം രൂപയും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. രാജ്യാന്തര ചലച്ചിത്രമേള. ഇപ്പൊ രാജ്യാന്തര ചലച്ചിത്രമേളയെ പറ്റി മുന്നേ ഒരു ക്ലാസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ കാണുക. അതിന്റെ ബാക്കിയായിട്ടാണ് ഈ ക്ലാസ്സിലെ പോയിന്റുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. സംസ്ഥാന ചലച്ചിത്ര അക്കാദമി സംഘടിപ്പിച്ച 29ാമത് 29ാമത് രാജ്യാന്തര ചലച്ചിത്രമേളയിൽ മികച്ച ചിത്രത്തിനുള്ള സുവർണ ചകോരം നേടിയത് ബ്രസീലിയൻ ചിത്രമായ മാലു ആണ്. മാലു. ഇതിന്റെ സംവിധായകനാണ് പെഡ്രോ ഫ്രയറി. ആരാണ്? പെഡ്രോ ഫെയറി. ഇപ്പൊ മാലു ഒരു ബ്രസീലിയൻ ചിത്രമാണ്. മാലു. ഇതാണ് 29ാമത് സംസ്ഥാന ചലച്ചിത്ര അക്കാദമി സംഘടിപ്പിച്ച രാജ്യാന്തര ചലച്ചിത്രമേളയിലെ മികച്ച ചിത്രത്തിലുള്ള സുവർണ ചകോരം നേടിയത്. സംവിധായകനും നിർമ്മാതാക്കൾക്കുമായി 20 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും സുവർണ ചകോരത്തിനൊപ്പം സമ്മാനിച്ചു. മികച്ച സംവിധായകനുള്ള രജത ചകോര പുരസ്കാരത്തിന് മീ മറിയം, ദ ചിൽഡ്രൻ ആൻഡ് 26 അതേഴ്സ് സിനിമയുടെ സംവിധായകൻ ഫർഷാദ് ഹാഷി അർഹനായി. ആരാണ്? ഫർഷാദ് ഹാഷി. ഏതായിരുന്നു ചിത്രം? മീ മറിയം, ദ ചിൽഡ്രൻ ആൻഡ് 26 അതേഴ്സ്. മീ മറിയം, ദ ചിൽഡ്രൻ ആൻഡ് 26 അതേഴ്സ് എന്ന സിനിമയുടെ സംവിധായകനാണ്
ഫർഷാദ് ഷാഹി. ഫർഷാദ് ഷാഹിയാണ് മികച്ച സംവിധായകനുള്ള രജത ചകോരം സ്വന്തമാക്കിയത്. 4 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. മികച്ച നവാഗത സംവിധാനത്തിലുള്ള രജത ചകോരം ലഭിച്ചത് ചിലിയൻ ചിത്രമായ ദ ഹൈപ്പർ ബോറിയൻസ് സംവിധാനം ചെയ്ത ക്രിസ്റ്റോബൽ ലിയോണിനും ജോക്കിൻ ക്രോസിനുമാണ്. ഏതാണ് ചിത്രം? ദ ഹൈപ്പർ ബോറിയൻസ്. ദ ഹൈപ്പർ ബോറിയൻസ് ഇത് സംവിധാനം ചെയ്തത് ക്രിസ്റ്റോബൽ ലിയോണും ജോക്കിൻ ക്രോസിനുമാണ്. സിനിമയുടെ കലാ സംവിധായിക നതാലിയ ഗെയ്സ് പുരസ്കാരം ഏറ്റുവാങ്ങി. അപ്പൊ ഈ പുരസ്കാരം ഏറ്റുവാങ്ങിയത് ഇവരല്ലായിരുന്നു, നതാലിയ ഗെയ്സ് ആണ്. ഈ സിനിമയുടെ കലാ സംവിധായികയായ നതാലിയ ഗെയ്സ് ആണ് പുരസ്കാരം ഏറ്റുവാങ്ങിയത്. 3 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. സ്പിരിറ്റ് ഓഫ് സിനിമ അവാർഡ്. സ്പിരിറ്റ് ഓഫ് സിനിമ അവാർഡ് നേടിയത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓൾ വി ഇമാജിൻ ഈസ് ലൈറ്റ്. ഏതാണ്? ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റിന്റെ സംവിധായികയായ നമ്മുടെ സ്വന്തം പായൽ കപാഡിയയ്ക്കാണ്. പായൽ കപാഡിയയ്ക്കാണ് സ്പിരിറ്റ് ഓഫ് സിനിമ അവാർഡ് ലഭിച്ചത്. സ്പിരിറ്റ് ഓഫ് സിനിമ അവാർഡ് ലഭിച്ചത് പായൽ കപാഡിയയ്ക്കാണ്. ഏതാണ് ആ സിനിമ? ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ്. ഏതാണ്? ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ്. തിളങ്ങി ഫെമിനിച്ചി ഫാത്തിമ. അപ്പോൾ ഫെമിനിച്ചി ഫാത്തിമയാണ് നമ്മുടെ ഫിലിം ഫെസ്റ്റിവലിൽ തിളങ്ങിയത്. വാരിക്കൂട്ടിയത് 5 പുരസ്കാരമാണ്. ആകെ എത്ര പുരസ്കാരം? 5 പുരസ്കാരമാണ് ഫെമിനിച്ചി ഫാത്തിമയ്ക്ക് ലഭിച്ചത്. മികച്ച ജനപ്രിയ ചിത്രമായി മികച്ച ചിത്രത്തിനുള്ള ഫിപ്രസി പുരസ്കാരം ലഭിച്ചു. മികച്ച മലയാള ചിത്രത്തിനുള്ള നെറ്റ് പാക്ക് പുരസ്കാരം ലഭിച്ചു. അപ്പോൾ എന്താണ് നെറ്റ് പാക്ക് പുരസ്കാരം? മികച്ച മലയാള ചിത്രത്തിന് നൽകുന്ന പുരസ്കാരമാണ് നെറ്റ് പാക്ക് പുരസ്കാരം. അപ്പോൾ മികച്ച ജനപ്രിയ ചിത്രമായി മികച്ച ചിത്രത്തിനുള്ള ഫിപ്രസി പുരസ്കാരം ലഭിച്ചു. മികച്ച മലയാള ചിത്രത്തിനുള്ള നെറ്റ് പാക്ക് പുരസ്കാരവും ലഭിച്ചത് ഫെമിനിച്ചി ഫാത്തിമയ്ക്കാണ്. പ്രത്യേക ജൂറി പരാമർശം. പിന്നെ എന്താണ് ലഭിച്ചത്? പ്രത്യേക ജൂറി പരാമർശം. പിന്നെ പ്രത്യേക പരാമർശം ഫാസിൽ അഹമ്മദ്. തിരക്കഥ, നമ്മുടെ ഇതിന്റെ തിരക്കഥ എഴുതിയ ഫാസിൽ അഹമ്മദിനും പ്രത്യേക പരാമർശം ഉണ്ടായിരുന്നു. അന്താരാഷ്ട്ര മത്സര വിഭാഗത്തിൽ പ്രദർശിപ്പിച്ച ചിത്രങ്ങളിൽ നിന്നും ഏറ്റവും മികച്ച ചിത്രത്തിനുള്ള പ്രേക്ഷക പുരസ്കാരം ലഭിച്ചതും ഫെമിനിച്ചി ഫാത്തിമയ്ക്കാണ്. എന്താണ്? അന്താരാഷ്ട്ര മത്സര വിഭാഗത്തിൽ പ്രദർശിപ്പിച്ച ചിത്രങ്ങളിൽ നിന്നും ഏറ്റവും മികച്ച ചിത്രത്തിനുള്ള പ്രേക്ഷക പുരസ്കാരം ലഭിച്ചതും ഫെമിനിച്ചി ഫാത്തിമയ്ക്കാണ്. അടുത്തതായി നമുക്ക് മറ്റു ചില ആനുകാലിക വാർത്തകൾ നോക്കാം. ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രിയായ ലപ്പാത്ത ലേഡീസ് ഓസ്കാറിൽ നിന്നും പുറത്ത്. മികച്ച വിദേശ ഭാഷാ ചിത്രങ്ങളുടെ വിഭാഗത്തിൽ 15 ചിത്രങ്ങളുടെ അന്തിമ പട്ടികയിൽ ഇടം നേടിയില്ല. അപ്പോൾ നമ്മുടെ ഔദ്യോഗിക ഓസ്കാർ എൻട്രി ആയിരുന്നു ലപ്പാത്ത ലേഡീസ്. ഇത് പുറത്തായിട്ടുണ്ട്. UK-യിൽ നിന്നുള്ള ഹിന്ദി ചിത്രം സന്തോഷ് ചുരുക്കപ്പട്ടികയിൽ ഇടം പിടിച്ചു. ഓർക്കുക, സന്തോഷ് ഒരു ഹിന്ദി സിനിമയാണ്, ഇന്ത്യൻ സിനിമയല്ല. UK-യിൽ നിന്നുള്ള ഒരു ഹിന്ദി ചിത്രമാണ് സന്തോഷ്. ഇത് ചുരുക്കപ്പട്ടികയിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. 2025 ജനുവരി 13 മുതൽ 19 വരെ ന്യൂഡൽഹിയിലെ ഇന്ദിരാഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിലും നോയിഡ ഇൻഡോർ സ്റ്റേഡിയത്തിലും ഖോ ലോകകപ്പിന് ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്നു. അപ്പോൾ 2025 ഖോ ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഇന്ത്യയാണ് എന്ന കാര്യം ഓർക്കുക. പൂർണ്ണമായും സർക്കാർ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആദ്യ പ്ലാസ്റ്റിക് മാലിന്യ സംസ്കരണ പ്ലാന്റ് നിലവിൽ വരുന്നത് എവിടെ? എന്താണ്? പൂർണ്ണമായും സർക്കാർ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആദ്യ പ്ലാസ്റ്റിക് മാലിന്യ സംസ്കരണ പ്ലാന്റ് നിലവിൽ വരുന്നത് കുന്നന്താനം, പത്തനംതിട്ട ജില്ലയിലെ കുന്നന്താനത്താണ്. SBIയുടെ പുതിയ മാനേജിംഗ് ഡയറക്ടറായി നിയമിതരായത് എന്താണ്? SBIയുടെ പുതിയ മാനേജിംഗ് ഡയറക്ടറായി നിയമിതനായത് രാമ മോഹൻ റാവു അമരയാണ്. രാമ മോഹൻ റാവു അമര. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ പുതിയ ലൊക്കേഷൻ കോഡാണ് INTRV01. എന്താണ്? INTRV01 ആണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ പുതിയ ലൊക്കേഷൻ കോഡ്. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഏതെങ്കിലും ക്ലാസ്സുകൾ വേണം എന്നുണ്ടെങ്കിൽ അത് ഏതൊക്കെയാണെന്ന് ഒന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ അതിനനുസരിച്ച് വരുന്ന ക്ലാസ്സുകൾ നമുക്ക് ഷെഡ്യൂൾ ചെയ്യാനാകുന്നതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത ക്ലാസ്സിലൂടെ നമുക്ക് വീണ്ടും കാണാം.
ക്ലാസിന്റെ അഭിപ്രായവും നിങ്ങൾ തീർച്ചയായും രേഖപ്പെടുത്തുക. അതിനനുസരിച്ച് എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തണമോ അത്തരം മാറ്റങ്ങളൊക്കെ വരുത്തി നമുക്കിനി വരും ക്ലാസ്സുകളിലൂടെ വീണ്ടും കാണാം. താങ്ക്